വടക്കേ അമേരിക്കയിലെ ദെനാലി പർവ്വതത്തിൽ കഴിഞ്ഞ ദിവസം കുടുങ്ങിയ മലയാളി പർവ്വതാരോഹകൻ ഷെയ്ഖ് ഹസൻ ഖാൻ സുരക്ഷിതനാണ് എന്ന വിവരം ഇപ്പോൾ പുറത്തുവരുന്നുണ്ട്. നേരത്തെ ചെറിയൊരു ആശങ്ക നിലനിന്നിരുന്നു. വെള്ളവും ഭക്ഷണവും ഒന്നുമില്ലാതെ ഇങ്ങനെ ഉയരത്തിൽ കഴിയേണ്ട നിലയുണ്ടായിരുന്നു, ഈ കൊടുമുടിയിൽ അകപ്പെട്ടു പോകുന്ന നിലയുണ്ടായിരുന്നു. പിന്നീട് അദ്ദേഹം ഇപ്പോൾ സുരക്ഷിതനാണ് എന്നുള്ള വിവരമാണ് പുറത്തു വരുന്നത്. എന്തായാലും അത് സന്തോഷകരമായ വാർത്തയാണ്. അദ്ദേഹത്തെ സുരക്ഷിതമായി തിരികെ എത്തിക്കുന്നതിന് വേണ്ടിയുള്ള ഇടപെടൽ ഉണ്ടാകണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് നേരത്തെ സംസ്ഥാന സർക്കാർ അടക്കം കേന്ദ്ര സർക്കാരിനെ ബന്ധപ്പെട്ടിരുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ ഒരു കത്ത് ഈ വിഷയത്തിൽ വിദേശകാര്യ മന്ത്രാലയം ഇടപെടണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് നൽകിയിരുന്നു. ഇപ്പോഴെന്തായാലും ഒരു ആശ്വാസകരമായ വാർത്തയാണ് വരുന്നത്. വടക്കേ അമേരിക്കയിലെ ദെനാലി പർവ്വതത്തിൽ കഴിഞ്ഞ ദിവസം കുടുങ്ങിയ മലയാളി പർവ്വതാരോഹകൻ ഷെയ്ഖ് ഹസൻ ഖാൻ സുരക്ഷിതനാണ്. അദ്ദേഹം സർക്കാർ ജീവനക്കാരനാണ്. സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ള ഇടപെടൽ കൂടി അതിലുണ്ടായിട്ടുണ്ട്. അദ്ദേഹത്തെ എപ്പോൾ കൂടുതൽ എന്താണ് അതിൻ്റെ വിശദാംശങ്ങൾ എന്നുള്ള കാര്യം നമുക്കറിയില്ല. അല്പസമയത്തിനകം തന്നെ അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ലഭ്യമാക്കാം. എന്തായാലും അത് ആശ്വാസകരമായ വാർത്തയാണ്. വടക്കേ അമേരിക്കയിലെ ദെനാലി പർവ്വതത്തിൽ കഴിഞ്ഞ ദിവസം കുടുങ്ങിയ മലയാളി പർവ്വതാരോഹകൻ ഹസൻ ഖാൻ സുരക്ഷിതനാണ് എന്ന വിവരം പുറത്തു വരുന്നു. നേരത്തെ ഒരു ആശങ്കയുടെ കാര്യമൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ കൂടി ഇപ്പോൾ ആശ്വാസകരമായ വാർത്തയാണ് പുറത്തു വരുന്നത്. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിക്ക് സിയാറ്റിനിലെ കോൺസുൽ ജനറലിൻ്റെ മെയിൽ ലഭിച്ചു എന്നുള്ളതാണ് അങ്ങനെ ഒരു ആശ്വാസം എന്നുള്ള നിലയിലേക്ക് കാര്യങ്ങൾ എത്തുന്നത്. എന്തായാലും ഇടപെടൽ ഫലം കാണുന്നുണ്ട്. വടക്കേ അമേരിക്കയിലെ ദെനാലി പർവ്വതത്തിൽ കഴിഞ്ഞ ദിവസം കുടുങ്ങിയ മലയാളി പർവ്വതാരോഹകൻ ഷെയ്ഖ് ഹസൻ ഖാൻ സുരക്ഷിതനായിരിക്കുന്നു. നേരത്തെ ഒരുപാട് ഉയരത്തിൽ വെള്ളവും ഭക്ഷണവും ഒന്നുമില്ലാതെ അദ്ദേഹം കുടുങ്ങിക്കിടക്കുന്ന നിലയുണ്ടായിരുന്നു. ഇപ്പോഴെന്തായാലും ആ ആശങ്കയൊക്കെ മാറി എന്നാണ് മനസ്സിലാക്കുന്നത്. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ സുരേഷ് ഗോപി, താങ്കൾക്ക് സിയാറ്റിനിലെ കോൺസുൽ ജനറലിൻ്റെ ഒരു മെയിൽ ലഭിച്ചു. ഇതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം സുരക്ഷിതനാണ്, ഷെയ്ഖ് ഹസൻ ഖാൻ സുരക്ഷിതനാണ് എന്നത് സംബന്ധിച്ചുള്ള ഒരു അറിയിപ്പ് ലഭിച്ചു എന്ന് മനസ്സിലാക്കുന്നു. എന്താണ് ലഭിച്ചിരിക്കുന്ന അറിയിപ്പ്? അവരെങ്ങനെയാണ് കാര്യങ്ങൾ വിശദീകരിക്കുന്നത്? ഞാൻ അവിടുന്ന് വന്ന ഇമെയിലിന്റെ ഒരു കോപ്പി അങ്ങോട്ട് അയച്ചിട്ടുണ്ട് 24ലേക്ക്. അപ്പോ അതിനകത്ത് കോൺസലിന്റെ ഒരു ഭാഷ്യം ഇതാണ്. ലെറ്ററിൽ മാത്രമല്ലാതെ അദ്ദേഹം മിനിസ്ട്രിയിലേക്ക് കൊടുത്തിരിക്കുന്ന ഒരു ഇൻഫർമേഷൻ ഇതാണ്: ലൊക്കേറ്റ് ചെയ്തു, സേഫ് ആണ്, ഇപ്പം വലിയ ഹാസൽസ് ഒന്നും ഇല്ല. അദ്ദേഹവുമായിട്ട് കുടുംബക്കാർക്കോ സുഹൃത്തുക്കൾക്കോ സംസാരിക്കണമെങ്കിൽ സാറ്റലൈറ്റ് ഫോണിലൂടെ അത് സാധ്യമാണ്. ഇപ്പൊ ആശങ്കയ്ക്ക് വകയുള്ള ഒരു ഇഷ്യൂസും അവിടെ ഇല്ല. ഹി ഈസ് സേഫ്. ഈ സുരക്ഷിതമായി പൂർണ്ണമായി തിരിച്ചിറങ്ങി കഴിഞ്ഞിട്ടുണ്ടോ ഷെയ്ഖ് ഹസൻ ഖാനൊക്കെ? ഇല്ല, തിരിച്ചിറങ്ങിയതിനെ കുറിച്ച് പറഞ്ഞിട്ടില്ല. ലൊക്കേറ്റ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്, സേഫ് ആയിട്ടുള്ള പൊസിഷനിലാണ്. വേറെ അങ്ങനെ ആശങ്കപ്പെടാൻ ഒന്നുമില്ല എന്ന് മാത്രമാണ് അറിയിച്ചിരിക്കുന്നത്. ഡീറ്റെയിൽ ആയിട്ടുള്ളതൊക്കെ എനിക്ക് തോന്നുന്നു ഒരുപക്ഷെ ബന്ധുക്കളും അവിടെ ബന്ധപ്പെടുന്നുണ്ട്. സിയാറ്റിലെ കോൺസുലുമായിട്ട് ബന്ധപ്പെടുന്നുണ്ട്. ഈ പറഞ്ഞ ഷെയ്ഖുമായിട്ടും എനിക്ക് തോന്നുന്നു സംസാരിക്കുന്നുണ്ട്. അവര് സാറ്റലൈറ്റ് ഫോണിലൂടെ ആവും. സിയാറ്റിലെ കോൺസുൽ ജനറൽ പ്രകാശ് ഗുപ്തയാണ് ഈ വിവരം താങ്കളെ അറിയിച്ചതെന്ന് തോന്നുന്നു, അല്ലേ? അതെ. ഈ നേരത്തെ നമ്മൾ കേട്ടത് ഈ വെള്ളവും ഭക്ഷണവും ഒന്നും ഇല്ലാത്ത ഒരു സ്ഥലത്താണ് എന്ന് ഈ ഷെയ്ഖ് ഹസൻ തന്നെ നമ്മളോട് പറയുന്നത് കേട്ടിരുന്നു. ഇപ്പോൾ ആ സാഹചര്യമൊക്കെ മാറി ഏറ്റവും സേഫായ ഒരു സോണിലാണ്. അതാണ് ഒരു കോൺസൽ ജനറലിന്റെ ഒരു ഡീറ്റെയിൽ നോട്ടല്ല, ഒരു കോംപ്രിഹെൻസീവ് നോട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോ എവറിത്തിങ് സേഫ് നൗ. ഹി ഈസ് ഔട്ട് ഓഫ് ഡേഞ്ചർ, ഹാസ് ബീൻ ലൊക്കേറ്റഡ്. ഇഫ് യു വാണ്ട് യു ക്യാൻ ഗെറ്റ് ഇൻ ടച്ച് വിത്ത് ഹിം. ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഈ സൗകര്യങ്ങളെല്ലാം ഡീറ്റെയിൽ ആയിട്ട് ഓരോ എലമെന്റും പറഞ്ഞിട്ടില്ല. ശരി, എന്തായാലും വളരെ സന്തോഷകരമായ വാർത്തയാണ്. ഓപ്പറേഷൻ സിന്ദൂറിന് നേതൃത്വം നൽകിയ ഇന്ത്യൻ സൈന്യത്തെ അഭിനന്ദിക്കാൻ ഇന്ത്യൻ ദേശീയ പതാക നാട്ടാനുള്ള ദൗത്യത്തിൻ്റെ ഭാഗമായാണ് ഈ പർവ്വതാരോഹണത്തിൽ ഏർപ്പെട്ടത് എന്നൊക്കെ ഷെയ്ഖ് ഹസൻ ഖാൻ നേരത്തെ നമ്മളോട് വിശദീകരിച്ചിരുന്നു. അദ്ദേഹം ഈ ദൗത്യത്തിനിടയിൽ വലിയൊരു പ്രതിസന്ധിയിൽപ്പെടുകയായിരുന്നു. അപ്രതീക്ഷിതമായുണ്ടായ കൊടുങ്കാറ്റാണ് വെല്ലുവിളിയായി മാറിയത്. പിന്നീട് ഭക്ഷണവും വെള്ളവും ഒന്നും ലഭിക്കാത്ത തരത്തിൽ വലിയ ഉയരത്തിൽ കുടുങ്ങിപ്പോകുന്ന നിലയുണ്ടായിരുന്നു. ഇപ്പോൾ എന്തായാലും അദ്ദേഹം സുരക്ഷിതനാണ് എന്നുള്ള അറിയിപ്പ് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിക്ക് സിയാറ്റിനിലെ കോൺസുൽ ജനറലിൻ്റെ അത് സംബന്ധിച്ചുള്ള മെയിൽ ലഭിച്ചിരിക്കുകയാണ്. എന്തായാലും ആശ്വാസ വാർത്തയാണ്.